നിങ്ങൾ പറയൂ, ഞങ്ങൾ കേൾക്കാം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇന്നലെ വളരെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായി അറിയപ്പെട്ടിരുന്നവർ തിരഞ്ഞെടുക്കപ്പെട്ടതോടെ വാർഡിലെ മെമ്പർ അല്ലെങ്കിൽ കൗൺസിലർമാർ ആയി മാറുന്നു. അതിനാൽ ഇനി മുതൽ അവരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ നമ്മുടെ പ്രതിനിധികളായി പരിഗണിക്കണം. അവരുടെ കടമകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അംഗങ്ങളുടെ കടമകൾ ഈ പറയുന്നവയാണ്: പൊതുജനാരോഗ്യവും ശുചിത്വവും, ഖരമാലിന്യ നിർമ്മാർജ്ജനം കൈകാര്യം ചെയ്യുക, പൊതു ശുചിത്വം ഉറപ്പാക്കുക, പകർച്ചവ്യാധികളുടെ നിയന്ത്രണം, പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുക. അടിസ്ഥാന സൗകര്യ വികസനം, പ്രാദേശിക റോഡുകൾ, പാലങ്ങൾ, അഴുക്കുചാലുകൾ, തെരുവ് വിളക്കുകൾ, പൊതു കെട്ടിടങ്ങൾ എന്നിവയുടെ നിർമ്മാണവും പരിപാലനവും. ജലവിതരണം, സുരക്ഷിതമായ കുടിവെള്ള സ്രോതസ്സുകളുടെ ലഭ്യത ഉറപ്പാക്കുകയും വിതരണ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുക. പൗര സേവനങ്ങൾ, ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുക, വ്യാപാരങ്ങൾക്കും വ്യവസായങ്ങൾക്കും ലൈസൻസ് നൽകുക, പൊതു വിപണികൾ, ശ്മശാന സ്ഥലങ്ങൾ, പാർക്കിംഗ് സൗകര്യങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുക. സാമൂഹിക ക്ഷേമം, ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ നടപ്പിലാക്കുക, ദുർബല വിഭാഗങ്ങളുടെ, അതായത് വികലാംഗരും പട്ടികജാതി വർഗക്കാരും ഉൾപ്പെടെയുള്ളവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക, സാമൂഹിക ഐക്യം പ്രോത്സാഹിപ്പിക്കുക. ആസൂത്രണവും നിയന്ത്രണവും, നഗര ഗ്രാമീണ ആസൂത്രണത്തിനും പങ്കെടുക്കുക, ഭൂവിനിയോഗവും കെട്ടിട നിർമ്മാണവും നിയന്ത്രിക്കുക, വാർഷിക ബഡ്ജറ്റ് അംഗീകരിക്കുക. കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ, വികസന പ്രവർത്തനങ്ങളിൽ പരമാവധി പൊതുജനം പങ്കാളിത്തം ഉറപ്പാക്കുകയും പ്രകൃതി ദുരന്തങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ ഈ സേവനങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ വേതനം എന്നല്ല, ഓണറേറിയം എന്നാണ് പറയുന്നത്. 2025 അവസാനത്തെ കണക്കുകൾ പ്രകാരം പ്രതിമാസ ഓണറേറിയത്തിന്റെ ഘടന ഇങ്ങനെയാണ്: ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് 14,200, വൈസ് പ്രസിഡന്റ് 11,600, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ 9,200 രൂപ, ഗ്രാമപഞ്ചായത്ത് അംഗം 8,000 രൂപ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് 15,600 രൂപ, വൈസ് പ്രസിഡന്റ് 13,000 രൂപ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ 9,800 രൂപ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ 8,600 രൂപ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് 16,800 രൂപ, വൈസ് പ്രസിഡന്റ് 14,200 രൂപ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ 10,400 രൂപ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ 9,800 രൂപ, മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ 15,600 രൂപ, വൈസ് പ്രസിഡന്റ് 13,000 രൂപ, മുനിസിപ്പാലിറ്റി അംഗം 8,600 രൂപ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ 9,400 രൂപ. കോർപ്പറേഷൻ മേയർ 16,800 രൂപ, ഡെപ്യൂട്ടി മേയർ 13,200 രൂപ, കൗൺസിലർ 9,200 രൂപ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ 9,800 രൂപ. ഓണറേറിയത്തിന് പുറമെ 200 മുതൽ 1,250 രൂപ വരെ ഒരു മാസം യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ഹാജർ ഭത്തയും സിറ്റിംഗ് അലവൻസും എല്ലാ അംഗങ്ങൾക്കും ലഭ്യമാണ്. നിങ്ങൾ പറയൂ, ഞങ്ങൾ കേൾക്കാം. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.